നമസ്കാരം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് GST 2.0 പബ്ലിഷ് ചെയ്തത്. 2025 സെപ്റ്റംബർ 22 മുതൽ എല്ലാ വാഹന നിർമ്മാതാക്കൾക്കും ബാധകമായിട്ടുള്ള ഒരു ചട്ടമാണ് ഈ GST/ എന്ന് പറയുന്നത്. 28% GST, അതിൻ്റെ 1% സെസ് ഉൾപ്പെടെ 29% നികുതിയോടുകൂടിയാണ് ഓരോ വാഹനവും എക്സ് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അതിന് മുകളിലാണ് ഓരോ സംസ്ഥാന സർക്കാരും, എല്ലാ സംസ്ഥാന സർക്കാരും ഞാൻ പറയുന്നില്ല, അതിന് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. കേരളത്തിൽ എന്തായാലും ഈ എക്സ് ഷോറൂം പ്രൈസിന് മുകളിലാണ് റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാരുതി സുസുക്കിയുടെ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല, അത് ആദ്യമേ പറയട്ടെ. അവർ ഇതുവരെ അവരുടെ GST കട്ട് ആയതിനു ശേഷമുള്ള, അല്ലെങ്കിൽ പുതിയ സ്ലാബിലേക്ക് വന്നിട്ടുള്ള GST അനുസരിച്ചിട്ടുള്ള പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ പല മാനുഫാക്ചേഴ്സ്, മഹീന്ദ്ര, ടാറ്റ, റെനോ, ഇങ്ങനെയുള്ള മാനുഫാക്ചേഴ്സൊക്കെ അവരുടെ, ടൊയോട്ട ഉൾപ്പെടെ, ഹ്യുണ്ടായി ഉൾപ്പെടെയുള്ള മാനുഫാക്ചേഴ്സൊക്കെ അവരുടെ GST കട്ടിന് ശേഷമുള്ള എക്സ് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം 2025 സെപ്റ്റംബർ 22 ശേഷമായിരിക്കും ബാധകമാകുന്നത്. എന്നാൽ മഹീന്ദ്ര മാത്രം 2025 സെപ്റ്റംബർ 6 മുതൽ ഈ പുതിയ GST സ്ലാബിലുള്ള എക്സ് ഷോറൂം പ്രൈസ് ഇൻവോയ്സ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. നമ്മൾ എന്നാണോ ഇൻവോയ്സ് ചെയ്യുന്നത്, എന്നാണോ മുഴുവൻ തുക അടയ്ക്കുന്നത്, നമുക്ക് ബില്ല് ചെയ്യുന്നത്, ആ ദിവസത്തെ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ക്രോസ് ഓവർ വാഹനം എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന മാരുതി സുസുക്കി ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ, ആ ഒരു വേരിയൻറ്റിന് എത്രത്തോളം വില കുറയും പുതിയ GSTയിലേക്ക് വരുമ്പോഴത്തേക്കും, അതനുസരിച്ചിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റ്, അതായത് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയൻറ്റ് ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്നതാണ്. വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്, ഒരു വേരിയൻറ്റുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, മാരുതി സുസുക്കി ഒഫീഷ്യലി ഇതുവരെ പുതിയ GST സ്ലാബിലുള്ള എക്സ് ഷോറൂം പ്രൈസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻജിൻ പേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു നിയമം വെച്ചിട്ട് 4 മീറ്ററിന് താഴത്തേക്ക് ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് 1200 cc താഴെ നിൽക്കുന്ന പെട്രോൾ എൻജിൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 28% GSTയും അതിൻ്റെ 1% സെസ് ഉൾപ്പെടെ 29% എക്സ് ഷോറൂം പ്രൈസ്, ഒരു വിലയിൽ അടങ്ങിയിരിക്കുന്ന നികുതി. ഇവിടെ നമ്മൾ ഫ്രോങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 ആണ്. അതായത് 1.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 cc അല്ലെങ്കിൽ 1.2 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി 1200 cc അല്ല, 1197 cc ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. 1197 cc, 3 cc ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഈ പറയുന്ന GST ബെനിഫിറ്റ് ഒരിക്കലും ലഭിക്കില്ല. 28% GST, 1% സെസ്, നിലവിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 1197 cc ആയതുകൊണ്ട് തന്നെ ആ ഒരു വാഹനം രക്ഷപ്പെട്ടു. അതായത് ഇന്ത്യയിൽ ടാക്സ് സിസ്റ്റം അതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അണ്ടർ പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ട് ഫ്രണ്ട് ഓവർ ഹാങ്ങും ബാക്ക് ഓവർ ഹാങ്ങും ഒരു പ്രൊപ്പോർഷനറ്റ് അല്ലാത്ത രീതിയിൽ 4 മീറ്ററിന് താഴത്തേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിചിത്രമായിട്ടുള്ള ഈ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ പറയുന്നത് 1197 cc 4 സിലിണ്ടർ കേറ്റൽ N എന്ന് പറയുന്ന എഞ്ചിനാണ്. 89 bhp പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്നത്. അത് 113 Nm ടോർക്ക്, അത് 4400 RPM ജനറേറ്റ് ചെയ്യുന്നത്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ ഒരു വാഹനത്തെ യഥാർത്ഥത്തിൽ ഒരു ക്രോസ് ഓവർ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8,85,000 രൂപയാണ് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, 8,85,000 രൂപ എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാന വിലയുണ്ട്, ഒരു ബേസ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഈ ഒരു വാഹനത്തെ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ അവരുടെ ലാഭവും ചേർത്തിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു വിലയിടും. ആ വില എന്താണോ അതിൻ്റെ മുകളിൽ 28% GSTയും ആ 28% GST അടങ്ങുന്ന ഒരു തുകയുണ്ടാവുമല്ലോ, അതിൻ്റെ 1% സെസ്സും കൂടെ കൂട്ടിയിട്ടാണ് ഈ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്ന വിലയിലേക്ക് വരുന്നത്. അതായത് ഇവിടെ അത് 8,85,000 രൂപയാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ, എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം, ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുത്തു. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ 8,85,000 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് പ്രൈസ്, അടിസ്ഥാന വില, വാഹനം നിർമ്മിച്ച് അസംസ്കൃത സാധനങ്ങളുടെ എല്ലാം വിലയും ചേർത്തിട്ട് അവരുടെ ലാഭവും ചേർത്തിട്ട് പുറത്തേക്ക് ഇറക്കുമ്പോഴുള്ള വില എന്ന് പറയുന്നത് 6,90,000 രൂപയാണ്. ആ 6,90,000 രൂപയുടെ 28% എന്ന് പറയുന്നത് 1,93,200 രൂപയാണ്. ഇനി
ആ 1,93,200 രൂപയുടെ 1% എന്ന് പറയുന്നത് 1,932 രൂപയാണ്. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 8,85,132 രൂപ എന്നുള്ള രീതിക്ക് വരും. അതിനെ റൗണ്ട് ചെയ്ത് 8,85,000 വന്നു. ഇതാണ് എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 8,85,000 എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനം യഥാർത്ഥത്തിൽ കമ്പനിയുടെ ലാഭവും കൂടെ ചേർത്ത്, അതായത് നിർമ്മാണ കോസ്റ്റ് മാത്രമല്ല, ലാഭവും കൂടെ ചേർത്ത് വെറും 6,90,000 രൂപ മാത്രമാണ് അതിൻ്റെ വില. എന്നാൽ പുതിയ GST വരുമ്പോഴത്തേക്കും ഈ 28% GST എന്ന് പറയുന്നത് 18% കുറയും. അവിടെ 10% നമുക്ക് ലാഭമുണ്ട്. 1% സെസ്, അതായത് GSTയുടെ 28% GSTയുടെ 1% സെസ്സാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും 6,90,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന വില ബേസ് പ്രൈസിൻ്റെ മുകളിൽ ഇവിടെ 18% വരുമ്പോഴത്തേക്കും 1,24,200 രൂപയായിട്ട് അത് മാറും. അതെ, ഈ 28% GSTയുടെ 1% ആയിട്ടുള്ള കോമ്പൻസേഷൻ സെസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞതോടുകൂടി നമുക്ക് അതും ലാഭം കിട്ടി. ഒരു 2,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതെങ്കിലും ലാഭം കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6,90,000 രൂപ എന്ന് പറയുന്ന ഈ അടിസ്ഥാന വിലയും 1,24,200 എന്ന് പറയുന്ന 18% വെച്ചിട്ടുള്ള പുതിയ GSTയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും 8,14,000 മാറി. അപ്പോൾ 8,85,000 രൂപ വിലയുള്ളൊരു വാഹനം അതിൻ്റെ പുതിയ GST സ്ലാബിലേക്ക് വന്നപ്പോഴത്തേക്കും 8,14,000 രൂപ എന്ന് പറയുന്ന പുതിയൊരു സ്ലാബിലേക്ക് അത് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 8,14,000 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് 8,14,000 മാറി. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 8,85,000 നിന്നും 8,14,000 പുതിയ പ്രൈസ് വന്നപ്പോഴത്തേക്കും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 71,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് ആണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 71,000 എന്ന് പറയുന്നത് നമുക്ക് 71,000 ലഭിക്കുമോ? നമ്മൾ നോക്കട്ടെ. ഇപ്പം 8,85,000 രൂപ വരുന്ന സമയത്ത് 13% കേരള സർക്കാർ അതിന് മുകളിൽ ടാക്സ് ഏർപ്പാടാക്കുന്നുണ്ട്, റോഡ് ടാക്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 8,85,000 എന്ന് പറയുമ്പോൾ അതിനകത്ത് GSTയും സെസ്സും ഉണ്ട്, അതിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ്. ആ റോഡ് ടാക്സ് 13% ആകുമ്പോഴത്തേക്കും ഏകദേശം 1,15,050 രൂപ വരും. അതിന് മുകളിൽ നമ്മൾ ഇൻഷുറൻസ് റഫായിട്ട് ഒരു 40,000 കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 10,40,50 അത് മാറും. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണ്, പുതിയ സ്ലാബ് GST അതിൽ വരുമ്പോഴത്തേക്ക് 8,14,000 രൂപയായിട്ട് ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ 13%, അതായത് 5,01,000 രൂപ മുതൽ 9,99,000 വരെ ആകുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന എക്സ് ഷോറൂം പ്രൈസുള്ള വാഹനങ്ങൾക്ക് നിലവിൽ കേരള സർക്കാർ 13% റോഡ് ടാക്സ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ 13% ഈ 8,14,000 രൂപയുടെ മുകളിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് അപ്രോക്സിമേറ്റ്ലി 1,05,820 രൂപ വരും. അതിൻ്റെ കൂടെ തന്നെ ഒരു 40,000 രൂപ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് കൂട്ടാം. അങ്ങനെ ടോട്ടൽ വരുമ്പോഴത്തേക്കും 20,60,000 രൂപയ്ക്ക് അടുത്ത് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും പഴയ GST സ്ലാബിലുള്ള എക്സ് ഷോറൂം പ്രൈസിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓൺ റോഡ് പ്രൈസും പുതിയ GST സ്ലാബിലെ എക്സ് ഷോറൂം പ്രൈസിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓൺ റോഡ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിലവിൽ ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമുക്കൊരു 79,000 രൂപയുടെ അല്ലെങ്കിൽ 80,000 രൂപയ്ക്ക് അടുത്ത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തത്. മാരുതി സുസുക്കി ഒഫീഷ്യലി അവരുടെ പുതിയ GST സ്ലാബ് പ്രകാരമുള്ള എക്സ് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നല്ല നല്ല വ്ളോഗ്സ് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.